സത്യത്തിൽ ഒരു സംസ്ഥാനത്തെ രക്ഷപ്പെടുത്താനുള്ള ആശയരൂപീകരണവും ധനസമാഹരണവും നികുതി ശേഖരണവും തട്ടിപ്പുകാരെ ഏൽപ്പിക്കണം. നേർക്ക് നേരെയുള്ളവരെ ഏൽപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ധനകാര്യ വകുപ്പ് അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. 2.5 വർഷം അൽമുക്താദർ ജുവലറിക്കാരനായ മൻസൂറിന് കൊടുത്താൽ പത്തായത്തിൽ കിടക്കുന്ന കാശ് പോലും അദ്ദേഹം എടുത്ത് ഈ സംസ്ഥാന ഖജനാവിലെത്തിക്കും. ഒന്നുമില്ലാതെ നാട് നീളെ സ്വർണ്ണക്കട വ്യാപാരം കൊഴുത്ത് തടിച്ച് മിന്നിയാടുമ്പോൾ 99 നാമങ്ങളുമായി രംഗത്ത് വന്ന് എല്ലാവരെയും മുക്കി അടിച്ചു മാറ്റി പുള്ളി കളം നിറഞ്ഞ് മാഞ്ഞങ്ങ് പോയി. അപ്പം നമ്മൾ വിചാരിക്കും അതോടുകൂടി മലയാളി ഈ മഞ്ഞത്തട്ടിപ്പ് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഇനി മേലിൽ മഞ്ഞയിൽ കുടുങ്ങില്ലെന്ന് വിചാരിച്ചെങ്കിൽ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു. അവധി ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും 900 രൂപ വീതം പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തട്ടിപ്പ് അവതരിപ്പിക്കുകയാണ്. അവർ കൃത്യമായിട്ട് പറഞ്ഞു, അവധി ദിവസങ്ങളിൽ ഇത് കൂടില്ല, അവധി ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കില്ല, ഇത് പെരുകില്ല. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 202 പ്രവൃത്തി ദിവസങ്ങളിൽ 900 രൂപ വീതം ലാഭവിഹിതം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അവധി ദിവസങ്ങളിൽ ഞങ്ങൾ തരാത്ത എന്താണെന്നറിയാവോ? അന്ന് കച്ചവടമില്ല. പക്ഷേ അവധിയല്ലാത്ത ദിവസങ്ങളിൽ കച്ചവടം വരുന്നു, അന്ന് ഞങ്ങൾ കൂട്ടുന്നു, ഞങ്ങളിതങ്ങ് തരുന്നു. 6000-ഓളം നിക്ഷേപകരാണ് രംഗത്തെത്തിയത്. 350 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. ഇതിൽ 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഉൾപ്പെടുന്നുണ്ട്. കാശ് പ്രസവിക്കുന്ന പ്രത്യേക സ്പർശനം. കണ്ണടച്ചിങ്ങനെ കിടന്നു കൊടുത്താൽ മതി, സുഖമായി കാശ് വന്നുകൊണ്ടിരിക്കും. ശനി ഞായറും വരത്തില്ല, സെക്കൻഡ് സാറ്റർഡേ വരത്തില്ല, അവധി ദിവസങ്ങൾ ഏതെല്ലാം ഉണ്ടോ അന്നൊന്നും വരത്തില്ല. ഇതിന് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഏജൻറ്റുമാരെ വെച്ചത്. അവരതും പഠിച്ചിട്ടാണ് ചെയ്തത്. കാരണം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലോട്ട് വെച്ചിട്ട് കാര്യമില്ല. അത് മുഴുവൻ മൻസൂർ അടിച്ചുകൊണ്ട് പോയി. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇനി ചിരിക്കുന്നത് കണ്ടിതിൽ കാശ് പോയാൽ വിളിച്ചേച്ച് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. എങ്ങനെ ചിരിക്കാതിരിക്കും സുഹൃത്തുക്കളെ? ഈ 2 ധനകാര്യ വിദഗ്ധന്മാർ, ഒന്ന് രാകേഷ് രവീന്ദ്രൻ, 2 രജീഷ് രാജൻ എന്നിവരാണ്. ഇവർ കൃത്യമായി ഈ പരിപാടി തുടങ്ങി ആദ്യം 900 രൂപ ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ഇട്ടുകൊടുത്തു. ഇതോടുകൂടി എല്ലാവരും കയ്യിലിരുന്നത് മുഴുവൻ കൊണ്ടുവന്നങ്ങോട്ട് ഇട്ടുകൊടുത്തു. 2025 ഫെബ്രുവരി മാസത്തോടുകൂടി എല്ലാം അടച്ചു പൂട്ടി ഔത്തുങ്ങൾ അവിടെ നിന്ന് പോയി. ഇപ്പോൾ കേസ് നടക്കുകയാണ്. ദോഷം പറയരുത്, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിക്കാരെല്ലാം കൂടി ഈ ജീവിക്കാൻ വേണ്ടി കയ്യിലിരുന്ന കാശ് കൊണ്ടുവന്ന് അവന്മാർക്ക് കൊടുത്ത അവന്മാരെ കുറേ ശാപമൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞ് അവന്മാരുടെ തലമുറ കുളം തോണ്ടുമെന്നും തലയിൽ ഇടുത്തി വീഴുമെന്നും ഒക്കെ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. ഇനി പഠിക്കുമോ? എന്താ പഠിക്കാത്തത്? ആർത്തിയും ആഗ്രഹവും പെരുക്കാനുള്ള വഴിയും തേടിയിരിക്കുന്നവർക്ക് മുന്നിൽ പെരുപ്പിക്കാനായി ഇതുപോലെ എത്തുന്നവരെ കാണുമ്പോൾ എല്ലാം മറന്നുപോകും. പിന്നെ ഈ പറഞ്ഞതുപോലെ 99 നാമങ്ങൾ പ്രചരിപ്പിക്കാനാണ് നമ്മുടെ മൻസൂർ മെനക്കെട്ട് വന്നതെങ്കിൽ ഇത് 99 നാമങ്ങളല്ല, 99 തരം സത്യമാണെന്ന രീതിയിൽ അവധി ദിവസങ്ങൾ ഒഴികെ 900 രൂപ വീതം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. താഴോട്ട് നോക്കി പറക്കി എടുത്താൽ മതി.